നാടിനെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊല കേസിലെ വിധി ഇന്ന് പറയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് ജഡ്ജിക്ക് സുഖമില്ലാത്തതിനാൽ മാറ്റിവെക്കുകയായിരുന്നു. നമ്മോടൊപ്പം ചേരുന്നത് സുധാകരൻ്റെയും ശ്രീധയുടെ മകളായ അഖിലയാണ്. മോളെ, ഇന്നിപ്പോൾ വിധി പറയുന്ന പ്രതീക്ഷിച്ചതാണല്ലോ, പക്ഷേ ജഡ്ജിയുടെ കാരണത്താൽ മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. എന്താണ് ഈ കേസിൻ്റെ പ്രതീക്ഷകൾ? അയാൾക്ക് പരമാവധി ശിക്ഷ തന്നെ കിട്ടണം. അമ്മൻ്റെ കേസിൽ അയാൾക്ക് ശിക്ഷ കിട്ടിയത് ഓക്കെയാണ്, അതേപോലെ ഇതിലും ഇതാക്കണം. ഇനി അയാൾക്ക് പരോള് കിട്ടണ്ട എന്നാണ് നമ്മൾ ഇതാക്കണം. ഇനിയും അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ജീവൻ പോകും. ഇപ്പോൾ എൻ്റെ ആയാലും ചേച്ചിൻ്റെ ആയാലും പോത്തുണ്ടിത്തെ ആരുടെ ആണെങ്കിലും ജീവൻ എന്തായാലും പോകും. അപ്പോൾ അയാൾക്ക് പരോള് കിട്ടണ്ട എന്നാണ് നമ്മൾ ഇതാക്കുന്നത്. പരമാവധി ശിക്ഷ തന്നെ കിട്ടണം. പരമാവധി ശിക്ഷ തന്നെ കിട്ടണം, അതാണ് നമ്മൾ ഇതാക്കുന്നത്. ഭയമുണ്ടോ ശരിക്കും അയാൾ പുറത്തിറങ്ങുന്ന സാഹചര്യമൊക്കെ ഓർക്കുമ്പോൾ തന്നെ? അയാൾ ഇറങ്ങിയാലും ഒരാളുടെ ജീവൻ പോകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെളിയിൽ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ അയാളെ പോലെയുള്ള മുഖസാദൃശ്യമൊക്കെ ഉള്ളവരെ കണ്ടാൽ നമുക്ക് ടെൻഷനാണ്. അയാൾ ഇനി എങ്ങാനും ചാടിയോ എന്നുള്ളത്. അപ്പോൾ നല്ല ടെൻഷനൊക്കെ ഉണ്ട്. ഈ വിചാരണയിൽ പലരും കൂറുമാറിയതൊക്കെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? അത് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അഡ്വക്കേറ്റൊക്കെ വിളിച്ചപ്പോൾ കുഴപ്പമില്ലാന്ന് അറിഞ്ഞു. സത്യത്തിൽ ഒരു മനുഷ്യനും ചെയ്യാത്ത ക്രൂരതയാണല്ലോ ഇത് ചെയ്ത്. ഇതിനെങ്ങനെയാണ് അതിജീവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ പഠിക്കല്ലേ? ഞാൻ പഠിക്കുക. ചേച്ചിയും അവരൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാത്ത പോകും. പിന്നെ നെന്മാറയ്ക്ക് പോയിട്ടില്ല? ഇല്ല, പിന്നെ നെന്മാർക്ക് പോയിട്ടില്ല. ഇപ്പം അവിടെ ആരുമേ ഇല്ലല്ലോ. പുഷ്പിച്ച് അയൽവാസിയൊക്കെ പോയില്ല. എല്ലാവരും പോയി. അവരൊക്കെ പേടിച്ചിട്ട് അവരെല്ലാവരും ഒരാളിനെ കാരണം. ശരിക്കും അന്ന് ഒരു ജാഗ്രത പോലീസ് എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കപ്പെടുമായിരുന്നു അല്ലേ? അതെ, ആ സമയത്ത് പോലീസിൻ്റെ എൻ്റെ ഫാമിലി ഇല്ലാണ്ട്. ഇപ്പം നമുക്ക് പേരൻസ് എന്ന് പറയാൻ ആരുമില്ല. പോലീസിനോട് ഇയാൾ ഇറങ്ങിയാൽ പേടിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞിരുന്നു. ഈ കുടുംബത്തിൽ ഇനിയിപ്പോഴും ഭീഷണി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു പോലീസിനടുത്ത്? നമ്മൾ ഇതാക്കുന്നുണ്ട്. ഇനി 2 വർഷം കൂടുമ്പോഴും ഇനി പോലീസുകാർക്ക് മാറിക്കഴിഞ്ഞാലും പ്രശ്നം. പരോള് പോലും കിട്ടരുത് അല്ലേ? അതെ, പരോള് പോലും കിട്ടരുത്. ഈ ആദ്യത്തേതിൽ ഇരട്ട ജീവപര്യന്താണ്. അതിലും ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണമെന്നാണോ? വലിയ ശിക്ഷ തന്നെ കിട്ടണം എന്നാണ്. നമുക്ക് കോടതിന്റെ മേലെ വിശ്വാസമുണ്ട്. നല്ല ശിക്ഷ തന്നെ അയാൾക്ക് കൊടുക്കുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് കോടതിയിൽ. പ്രതീക്ഷയുണ്ട്. എന്തായാലും കോടതിയിൽ പ്രതീക്ഷയുണ്ട്. വലിയ ഭയമാണ്. അയാൾ ഒരിക്കലും പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാവരുതെന്ന് ഈ കുട്ടി പറയുമ്പോൾ അവർ നേരിട്ട ദുരന്തത്തിൻ്റെ ഒരു അനുഭവ സാക്ഷ്യം കൂടിയാണത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. നമസ്കാരം. സ്പോട്ട് ലൈവ് ആരംഭിക്കുന്നു. സ്വന്തം അച്ഛനെയും അമ്മയെയും മുത്തശ്ശിയെയും ഒരു കൊടും ക്രൂരനാൽ നഷ്ടപ്പെട്ട നെന്മാറക്കാരി അഖിലയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ചെന്താമര എന്ന ക്രൂരൻ കൊലപ്പെടുത്തിയ സുധാകരന്റെയും സജിതയുടെയും മകൾ. സജിതയെ കൊന്ന 6 വർഷത്തിന് ശേഷം 2025 ജനുവരി 27-നായിരുന്നു സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ഇല്ലാതാക്കിയത്. സജിതയെ കൊന്ന കേസിൽ ചെന്താമര ശിക്ഷ അനുഭവിച്ചു വരികയാണ്. സുധാകരനും ലക്ഷ്മിയും കൂടി കൊല്ലപ്പെട്ടതോടെ ചെന്താമരയ്ക്ക് നീതിപീഠം എന്ത് ശിക്ഷ വിധിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് കേരളം. ഇന്ന് വിധി വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു നെന്മാറ നിവാസികൾ. 4 സാക്ഷികൾ കൂറുമാറിയെങ്കിലും അത് വിധിയെ ബാധിക്കില്ലെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. അടുത്ത തിങ്കളാഴ്ചയാണ് വിധി പ്രഖ്യാപനം. പിന്നെ അവരുടെ കൂറുമാറ്റം വലിയ കോടതി ഈ കേസിൽ വലിയ പ്രാധാന്യം ഇല്ലാത്തതാണ്. കാരണം ഒരു മൊബൈൽ സീസിങ് അങ്ങനെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ വലിയ പിന്നെ ഒരു ദൃക്സാക്ഷി പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അയാളും കൂറുമാറിയതാണ്. അയാൾ കൂറുമാറിയാലും കോടതിക്ക് മനസ്സിലാക്കാൻ പറ്റിയ രീതിക്ക് നമ്മൾ വരുത്തിയിട്ടുണ്ട്. അതായത് ഈ സംഭവം കാണാൻ എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളത് നമ്മൾ വരുത്തിയിട്ടുണ്ട്. ആൾറെഡി ഒരു കേസിൽ അയാൾ കൊലപാതകം നടത്തി ജാമ്യത്തിൽ വന്ന് ഇറങ്ങി അതേ കുടുംബത്തിലുള്ള 2 ആൾക്കാരാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ശിക്ഷ കൊടുക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. ചെന്താമര കാരണം കുപ്രസിദ്ധമായ നെന്മാറ പോത്തുണ്ടിയിലെ ബോയൻ കോളനി വിധി കാത്തിരിക്കുകയാണ്. ഈ നാട് പ്രതീക്ഷിക്കുന്നത് ചെന്താമരയ്ക്ക് ഏറ്റവും കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഈ ചെന്താമര ആസൂത്രണം ചെയ്ത് കൊലപാതകം നടത്തിയതിന് അവനെ തൂക്കിക്കൊല്ലാൻ തന്നെ വിധിക്കണം. അല്ലാണ്ട് വേറെ വിധി ഒന്നും അവന് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെയൊക്കെ മൊഴി പറയുന്നത്. എല്ലാവരും നാട്ടുകാർ ഇവിടെ ഈ കോളനിയിലുള്ള ബോയൻ കോളനിയിലുള്ള എല്ലാ നാട്ടുകാരും പറയുന്നത് അവനെ തൂക്കിക്കൊല്ലാൻ തന്നെ വിധിക്കണം എന്നുള്ളതാണ്. ഇവനിങ്ങനെ അവൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് അടുത്ത വീട്ടുകാരനെ വെട്ടിക്കൊല്ലാന്ന് പറയണത് ശരിയല്ല. അയാൾ ഭയങ്കര മോശമാണ്. അയാൾ ഇങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ നോക്കുമ്പോൾ
ഇയാൾ മനഃപൂർവ്വം ചെയ്ത് തന്നെ അത്. അയാൾക്ക് ജയിൽ ശിക്ഷ ചെയ്യുന്ന അയാൾക്ക് തൂക്കി തന്നെ കൊടുക്കണം. അവൻ എന്തിനാണ് ഈ വഴിക്ക് വരുന്നത്? വരണ്ട അവൻ, അങ്ങനത്തുള്ള ആളാണ് അവൻ. പ്രതിയെ സമ്മതിച്ചിട്ടുണ്ടല്ലോ. പ്രതിയെ ഞാൻ കൊന്നു, ഞാൻ ഇത്ര പേരിനെ കൊന്നുകൊണ്ട് പ്രതി സമ്മതിച്ച അവസ്ഥയ്ക്ക് തക്കതായ ഒരു ശിക്ഷ നിയമപീഠത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടുത്തെ നാട്ടുകാർ. പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിലുള്ള തക്കതായ ശിക്ഷ നിയമപീഠത്തിൽ നിന്നും ഇവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് അതേപടി നടപ്പിലാക്കാൻ ഇവിടേക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. കാരണം ഇവിടെ ആകെ ഒരു ഭീതിയായിരുന്നു. ഒന്നേ പറയാനുള്ളൂ, ഇനിയെങ്കിലും ചെന്താമര പുറത്തിറങ്ങരുത്. CV അനുമോദ് ചേരുന്നുണ്ട് നെന്മാറ ബോയൻ കോളനിയിൽ നിന്നും. അനുമോദ്, കേരള മനസാക്ഷിയെ ഞെട്ടിച്ചൊരു കൊലപാതകമാണിത്. കേരളം ആകെ കാത്തിരിക്കുന്നത് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ചെന്താമരയ്ക്ക് ലഭിക്കണമെന്ന് തന്നെയാണ്, അല്ലേ? നോമി, ഞാനിപ്പോൾ ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെ നെന്മാറ പോത്തുണ്ടിയിലെ ബോയൻ കോളനിയിലാണ്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യത്തിലേക്ക് വരണം. ഞാനിപ്പോൾ കാണിക്കുന്ന വീടാണ് നേരത്തെ ഇവിടെ സാക്ഷിയായിട്ട് പറഞ്ഞിരുന്ന, അതായത് ചെന്താമരയുടെ അയൽവാസിയായ പുഷ്പയുടെ വീട്. പുഷ്പയുടെ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല. പുഷ്പ ഈ ചെന്താമരയെ പേടിച്ച് തമിഴ്നാട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. ഇവരുടെ വീടും സ്ഥലമൊക്കെ സ്വന്തമായിട്ടുണ്ടായിട്ട് തമിഴ്നാട്ടിലെ ഒരു വാടകയ്ക്ക് താമസിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതാണ് ഈ ചെന്താമരയുടെ ക്രൂരതയ്ക്ക്, ചെന്താമരയുടെ ഭീതിക്കുള്ള നേർസാക്ഷ്യം. നാട് വിട്ടുപോയ ഈ പുഷ്പയുടെ ആളൊഴിഞ്ഞ് കാട് പിടിച്ചു കിടക്കുന്ന ഈ ഒരു വീട് എത്രമാത്രം ഭയം ചെന്താമര ഈ നാട്ടിലുണ്ടാക്കി എന്നതിൻ്റെ നേർസാക്ഷ്യമാണ്. ഇതാണ് ചെന്താമരയുടെ വീട്. അതിപ്പോൾ ആരും നോക്കാനില്ലാതെ ഇതെങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥ, ആർക്കും ഭീതി തോന്നുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ നേരെ കാണുന്നതാണ് സുധാകരൻ്റെ, കൊല്ലപ്പെട്ട സുധാകരൻ്റെയും സജിതയുടെയും ലക്ഷ്മിയുടെയും ഒക്കെ വീട്. ഇവിടെ വെച്ചാണ് സുധാകരനെ ചെന്താമര വെട്ടിക്കൊന്നത്. ഇതിന് കുറച്ചപ്പുറത്താണ് ലക്ഷ്മിയെ വെട്ടിക്കൊന്നത്. ഈ വീട്ടിനുള്ളിൽ വെച്ചാണ് സജിതയെ വെട്ടിക്കൊന്നത്. അങ്ങനെ ഒരു കാട് പിടിച്ച ആരും വരാത്ത, പൂർണ്ണമായിട്ടും ആരും പകൽ സമയത്ത് പോലും ഒരുപക്ഷെ വരാൻ താല്പര്യപ്പെടാത്ത ഒരു മേഖലയായിട്ട്, ഒരു സ്ഥലമായിട്ട് ബോയൻ കോളനിയിലെ ഈ ഒരു ഭാഗം മുഴുവൻ മാറിയിരിക്കുകയാണ്. നമ്മളിവിടെ വരുന്ന സമയത്ത് നാട്ടുകാരോട് സംസാരിച്ചു, അതായത് ചെന്താമരയുടെയും സുധാകരൻ്റെയൊക്കെ അയൽവാസികളായ ആളുകളോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത് ഒന്ന് മാത്രമാണ്: ഇനി ഇയാൾ പുറത്തിറങ്ങരുത്. ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാകും ഇയാൾ പുറത്തിറങ്ങിയാൽ, അതായത് ജയിലിൽ നിന്ന് ചാടിയെങ്കിലും പുറത്തിറങ്ങിയാൽ ഉണ്ടാവുക. അതുകൊണ്ട് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ വേണം ഇയാൾക്ക് നൽകുവാൻ. കാരണം അത്രമാത്രം ക്രൂരതയാണ് അയാൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു കൊലപാതകം, അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഒരു കുടുംബത്തിലെ 3 പേരെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. അയാൾ ഇനിയും ചിലപ്പോൾ ഇതേ കൃത്യം മറ്റുള്ളവർക്ക് നേരെയും ചെയ്യും. അതുകൊണ്ട് സമാധാനമായി ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അയാൾ പുറത്തിറങ്ങിയാൽ ഉണ്ടാകും. അതൊരിക്കലും ഉണ്ടാകരുത്. മാത്രമല്ല, അല്പസമയം മുമ്പ് ബാബു എന്ന ഇവിടുത്തെ മെമ്പർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് നല്ലൊരു കുടുംബജീവിതം പോലും പുറമേ നിന്ന് കിട്ടാത്ത അവസ്ഥയാണ്. അതായത് കല്യാണം പോലും ബോയൻ കോളനിയിലേക്കാണ്, പോത്തുണ്ടിയിലേക്കാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കാത്തൊരവസ്ഥ ഉണ്ടായി വരുന്നു എന്നാണ് ബാബു എന്ന മെമ്പർ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. അതായത് ഈ ഒരു കൊലപാതകവും ഇയാളുടെ പ്രവർത്തികളൊക്കെ ഈ നാടിനെ ഒന്നാകെ ചീത്തപ്പേരുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ആളുകളെ എല്ലാം വല്ലാത്തൊരവസ്ഥയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഏറ്റവും ഉചിതമായ വിധി തന്നെ വരുമെന്ന പ്രതീക്ഷയാണ് ഇവരൊക്കെ പങ്കുവയ്ക്കുന്നത്. കാരണം ഇനി ചെന്താമര പുറത്തിറങ്ങുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുതെന്ന് തന്നെയാണ്. ഏറ്റവും വലിയ ശിക്ഷ തന്നെ, വധശിക്ഷ തന്നെ നൽകണമെന്ന അഭിപ്രായമാണ് മിക്കവരും പങ്കുവയ്ക്കുന്നത്. കേസിൽ 82 സാക്ഷികളിൽ 4 പേർ കൂറുമാറിയിട്ടുണ്ട്. അതെങ്ങനെ കേസിനെ ബാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് ഉയരുന്നത്. അതിൽ ഒരു ദൃക്സാക്ഷിയാണ് മാറിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ. പക്ഷേ ഇതൊക്കെ മറികടക്കാവുന്ന സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഒക്കെ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ അവകാശപ്പെടുന്നത്. അത് കൃത്യമായിട്ട് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നു. മാത്രമല്ല, 2019 സജിതയുടെ കൊലപാതകത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് 2025 ഈ 2 കൊലപാതകങ്ങളും നടന്നതെന്നുകൂടി കോടതിക്ക് മുമ്പാകെ പ്രോസിക്യൂഷൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ സമൂഹം മനസാക്ഷി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഉചിതമായ ശിക്ഷ ഈ കൊടും ക്രൂരന്, ഈ കൊലപാതകയ്ക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നവമി.
അനുമോദ് പറഞ്ഞത് തന്നെയാണ്. ആ നാടും അല്ലെങ്കിൽ ആ സ്ഥലമൊക്കെ കാണുമ്പോൾ എത്രമാത്രം വേദനയോടുകൂടി തന്നെയാണ് നമ്മൾ അതൊക്കെ കാണേണ്ടത്. പ്രത്യേകിച്ച് അഖിലയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. ആ കുട്ടിയുടെ വേദന അതൊരിക്കലും മറക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെ ആശ്വസിപ്പിക്കാൻ പോലും ആകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ആ കുട്ടി കടന്നു പോകുന്നത്. അനുമോദ് ആ കുട്ടിയായിട്ട് നേരിട്ട് സംസാരിച്ചല്ലോ. എന്താണ് ആ കുട്ടിയുടെ ഇപ്പോഴും മാനസികാവസ്ഥ? എവിടെയാണ് ഇപ്പോൾ അത് താമസിക്കുന്നത്? എന്താണ് ആ കുട്ടിയിൽ നിന്നും നമുക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുന്നത്? രണ്ട് മക്കളാണ് സുധാകരനുണ്ടായിരുന്നത്. അവരിപ്പോൾ ഇവിടെയല്ല ഉള്ളത്. അവർ ഇവിടേക്ക് വരിക പോലുമില്ല എന്നാണ് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായി. അവരുടെ ആരും ഇവിടെ ഇല്ല, പിന്നെ എന്തിനു വരണം എന്നാണ് അഖില ചോദിച്ചത്. അഖില ചിതലിയിലാണുള്ളത്. അഖിലയുടെ സഹോദരി വടക്കാഞ്ചേരിയാണ്. അവരുടെ ഭർത്താവിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അഖില ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കോളേജ് വിദ്യാർത്ഥിനിയാണ്. ആ കുട്ടി നമ്മൾ രാവിലെ കണ്ട് സംസാരിക്കുമ്പോൾ സത്യത്തിൽ എങ്ങനെ ആ കുട്ടിയോട് സംസാരിക്കണമെന്ന് പോലും നമുക്ക് അറിയാൻ കഴിയാത്തൊരു വേദന ഉണ്ടായി. കാരണം വലിയൊരു ദുരന്തത്തെയാണ് ആ കുട്ടി അതിജീവിച്ചിരിക്കുന്നത്. സ്വന്തം അമ്മയെ സ്വന്തം വീട്ടിലിട്ട് അയൽവാസി വെട്ടിക്കൊന്ന ഒരു തീരാ വേദന, ആ ദുരന്തം, അതിനെ വേദനയിൽ നിന്ന് മറികടന്ന് വരുമ്പോൾ അതുവരെ ആ കുട്ടിയെ നോക്കി വളർത്തിയ അച്ഛനും മുത്തശ്ശിയും അയാളുടെ കയ്യാൽ തന്നെ വേട്ടയാടപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. തീർന്നില്ല. ഇപ്പോഴും ആ കുടുംബത്തോടുള്ള അയാളുടെ പക ബാക്കി നിൽക്കുകയാണ്. ഈ കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കുമെന്ന ഭീഷണി നിലനിൽക്കുകയാണ്. പുറത്തിറങ്ങുമ്പോൾ ചെന്താമരയുടെ ഛായയുള്ള അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരാളെ കണ്ടാൽ ആ കുട്ടിക്ക് പേടിയാണ്. കാരണം ഇയാളെങ്ങാനും ജയിലിൽ ചാടി വന്ന് വീണ്ടും ഞങ്ങളെ ആക്രമിക്കുമോ, ഞങ്ങളെ കൊല്ലുമോ എന്ന ഭയം. ഇങ്ങനെ ഒരു തീരാ ഭയമാണ് ആ കുട്ടികളുടെ ജീവിതത്തിലുള്ളത്. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം വേട്ടയാടപ്പെടുന്ന ഒരു കുടുംബം എന്നൊക്കെ പറയാം. ഒരു അന്ധവിശ്വാസത്തെ തുടർന്ന് ഏതോ ഒരു ജ്യോത്സ്യനോ അല്ലെങ്കിൽ ആരോ ഒരാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി എന്നുള്ളത് ആ രണ്ട് കുട്ടികളുടെയും ജീവിതത്തെ വല്ലാതെ വേട്ടയാടുന്ന ഒരവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവരിപ്പോൾ മറ്റൊരു സ്ഥലത്ത് ബന്ധുക്കളോടൊപ്പം ഒക്കെയാണ് താമസം. പക്ഷേ നഷ്ടപ്പെട്ടതിൻ്റെ അത്രയും പ്രിയപ്പെട്ടതൊന്നും അവർക്കിനി നഷ്ടപ്പെടാനില്ല എന്നുള്ളതാണ് വാസ്തവം. അത്രയും വലിയ വേദന അവർക്കിനി അനുഭവിക്കാനുമില്ല. പക്ഷേ ഇനിയുള്ള ജീവിതത്തിലെങ്കിലും അവർക്ക് സുരക്ഷിതത്വം വേണമെങ്കിൽ അത് ഈ കൊടും ക്രൂരൻ, ഈ കുറ്റവാളി, ഈ കൊലയാളി അത് ജയിലിനുള്ളിൽ തന്നെ വേണം. അതല്ലെങ്കിൽ അയാൾക്ക് അർഹിക്കുന്ന ഏറ്റവും പരമോന്നത ശിക്ഷ തന്നെ നൽകണം. അതല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ഒരിക്കലും നീതി കിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. നവമി. അനുമോദ്, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇതിനിടയിൽ വിചാരണ വേളയിൽ കൂറുമാറിയ സാക്ഷികളുണ്ട്. ഇത് ഏതെങ്കിലും വിധത്തിൽ കേസിൽ തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം കേരളം മുഴുവനും ആഗ്രഹിക്കുന്നത് ചെന്താമരയ്ക്ക് ഒരു വധശിക്ഷ തന്നെ ലഭിക്കണമെന്ന് തന്നെയാണ്. കാരണം ആ കുട്ടികളുടെ കണ്ണുനീർ ഒരു നാടിന്റെ മുഴുവൻ പേടി സ്വപ്നം കൂടിയാണ് ഈ ചെന്താമര. തീർച്ചയായും അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 4 സാക്ഷികളാണ് കൂറുമാറിയിട്ടുള്ളത്. അതിൽ 2 പേർ ചെന്താമരയുടെ ബന്ധുക്കളാണ്. ചേട്ടനും ഭാര്യയും അതുപോലെ ഒരു ബന്ധുവും. ഇവരുടെ മൊഴി അത്ര പ്രധാനപ്പെട്ടതല്ല എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഒരു മൊബൈൽ കണ്ടെടുത്തതിനെ കുറിച്ചാണ് അവർ മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ മറ്റൊരു സാക്ഷിയുണ്ട്, ദൃക്സാക്ഷി. അതായത് ഈ ലക്ഷ്മി മരിച്ചു കിടക്കുന്നത് കണ്ടു എന്ന് പറയുന്ന ഒരു ദൃക്സാക്ഷിയുണ്ട്. അയാളുടെ മൊഴിയാണ് മാറിയിട്ടുള്ളത്. അതിൽ പ്രോസിക്യൂഷൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ കാണുമ്പോൾ 10:30യോടെയാണ് ഈ ലക്ഷ്മി ഇവരെ കൊല്ലപ്പെടുന്നത്. ഇവർ 11 മണിക്കാണ് കാണുന്ന സമയത്ത് രക്തം ചീറ്റിയിരുന്നു എന്നാണ് പറയുന്നത്. ഒരിക്കലും അരമണിക്കൂർ കഴിഞ്ഞ് കാണുമ്പോഴുള്ളൊരവസ്ഥയിലായിരിക്കില്ല ആ മൃതദേഹം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അയാൾ കൊടുത്ത മൊഴി തെറ്റാണ് എന്ന വിശദീകരണമാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു കൂറുമാറിയ സാഹചര്യത്തിൽ വിശദീകരണമായിട്ട് കോടതിക്ക് മുമ്പാകണം. കോടതിയുടെ മുമ്പിലുള്ള കാര്യമാണ്. നമുക്ക് പൂർണ്ണമായിട്ടും ഇത് പങ്കുവയ്ക്കാൻ കഴിയില്ല. അത് പ്രോസിക്യൂഷനാണെങ്കിലും മറ്റു അഭിഭാഷകരാണെങ്കിലും ഈ കാര്യങ്ങൾ പൂർണ്ണമായും പങ്കുവയ്ക്കില്ല. കാരണം കോടതിയുടെ മുമ്പിലിരിക്കുന്നൊരു കാര്യമാണ്. എന്നിരുന്നാൽ തന്നെയും ഈ 4 പേർ കൂറുമാറിയത് കാര്യമായിട്ട് വിധിയെ ബാധിക്കില്ല എന്ന പ്രതീക്ഷയാണ് പ്രോസിക്യൂഷനുള്ളത്. അതിലേറ്റവും ശാസ്ത്രീയമായുള്ള തെളിവുകൾ പ്രധാനപ്പെട്ടതാണ്. ഒരു കൊടുവാൾ ഉപയോഗിച്ചാണ് ഈ കൊടുവാൾ എലവഞ്ചേരിയിൽ നിന്ന് ഇയാൾ ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണ്. കൈ പിടി വയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കൊടുവാളാണ്. ആ കൊടുവാളിൽ അതിൽ പരിശോധനയിൽ ഈ മരിച്ച 2 പേരുടെ ശരീരകോശങ്ങൾ ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ കൊടുവാൾ ഉപയോഗിച്ച് ആണ് വെട്ടിക്കൊന്നത് എന്ന് തെളിയിക്കാൻ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം തെളിയിക്കുന്നതാണ്. മാത്രമല്ല കൊടുവാൾ ഇയാൾ വാങ്ങിച്ചതാണെന്ന് സാക്ഷിമൊഴിയുമുണ്ട്. അങ്ങനെ സാക്ഷിമൊഴിയും ശാസ്ത്രീയ തെളിവുകളും ഒന്നാകെ നോക്കുമ്പോൾ അത് ഈ ഒരു കൊലപാതകത്തിൽ ചെന്താമരയ്ക്കെതിരായിട്ടുള്ള ഒരു വിധി കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ വിധി വരുവാൻ പര്യാപ്തമാണ് എന്നാണ് പ്രോസിക്യൂഷൻ്റെ വിശ്വാസം. എന്നാണെങ്കിലും കോടതിക്ക് മുമ്പിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുകൊണ്ട് തന്നെ ഏറ്റവും ഉചിതമായ
ഈ പ്രതിയുടെ പശ്ചാത്തലവും അതിൻ്റെ ചരിത്രവും കേസിൻ്റെ ചരിത്രവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഏറ്റവും ഉചിതമായ ശിക്ഷ തന്നെ ചെന്താമരയ്ക്ക് ലഭിക്കും എന്നൊരു പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. നവമി. അനുമോദ, ഈ അയൽവാസിയായ പുഷ്പ അവിടെ നിന്ന് താമസം വരെ മാറിപ്പോകേണ്ട സാഹചര്യമായിരുന്നു. തമിഴ്നാട്ടിലേക്ക് അവർ മാറി താമസിച്ചു. അവരൊക്കെ ഏത് തരത്തിലുള്ളൊരു പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്? ഇതുപോലെ സ്വന്തം നാട്ടിലേക്ക് ഇനി അവർക്ക് തിരിച്ചു വരാൻ ഭയമാണ്. സ്വാഭാവികമായും ഇനിയും നമ്മുടെ നേരത്തെ ഈ ഒരു കൊലപാതകം നടത്തിയിട്ട് പോലും ചെന്താമര തിരിച്ചു വരുന്നു, വീണ്ടും അയാളുടെ പ്രതികാരം അടങ്ങുന്നില്ല. അപ്പോൾ ഈ പുഷ്പയെ പോലെ നിരവധി പേര് തന്നെയല്ലേ ഇപ്പോഴും അവിടെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്നതും? തീർച്ചയായും പുഷ്പയുടെ വീടിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ തന്നെ നോക്കിയാൽ കാണാം, അത്യാവശ്യം നല്ല ഒരു വീടാണ്, ജീവിക്കാൻ പറ്റുന്നൊരു വീടാണ്. പക്ഷേ അവരുടെ സ്വന്തമായിട്ടുള്ള സ്ഥലവും വീടും എല്ലാം ഉപേക്ഷിച്ച് കോയമ്പത്തൂരിൽ എവിടെയോ വാടകയ്ക്ക് താമസിക്കേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ജീവനിൽ പേടിച്ചുകൊണ്ട് മാത്രമാണ്. മാത്രമല്ല പുഷ്പയെ കൊല്ലുമെന്നും ഈ ചെന്താമര ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ആ ഒരു പേടിയാണ് അവർക്ക്. അവർ എന്തെങ്കിലും ചെന്താമര ജയിലിൽ ചാടി വന്നാലും തങ്ങളെ അന്വേഷിച്ചെത്തിയാൽ അവിടെ ഈ പറയുന്ന ജീവിതം എപ്പോൾ വേണമെങ്കിലും അയാളെ കത്തിക്ക് മുമ്പ് തീരുന്നൊരവസ്ഥ ഉണ്ടാകുമെന്നൊരു പേടി അത് പുഷ്പയടക്കം ഇവിടെ വല്ലാതെ വേട്ടയാടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുഷ്പയൊക്കെ ഇവിടുന്ന് ജീവൻ കയ്യിൽ പിടിച്ച് പോയി എന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ കഴിയും. പുഷ്പയുമായി സംസാരിച്ച അയൽവാസികളോടൊക്കെ നമ്മൾ അല്പം സംസാരിച്ചിരുന്നു. അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് സുരക്ഷിതമായ ഒരു സാഹചര്യം വന്നാൽ പുഷ്പ തിരിച്ചെത്തും എന്നാണ് പ്രതീക്ഷയാണ് അവരൊക്കെ നേരത്തെ നമ്മൾ സംസാരിച്ചത്. കാരണം ഇവിടെ ചെന്താമരയുടെ ഭീഷണി ഇല്ലെങ്കിൽ മാത്രമേ ഇനി പുഷ്പയൊക്കെ ഇങ്ങോട്ട് തിരിച്ചെത്തുള്ളൂ എന്നുള്ള അവസ്ഥ. ഇവിടെയുള്ള എല്ലാവർക്കും അതേ ഒരു പേടിയുണ്ട്. കാരണം എപ്പോഴാണ് എങ്ങനെയാണ് ഇയാൾ പ്രതികരിക്കുക എന്നൊന്നും പറയാനാകില്ല. മാത്രമല്ല 3 പേരെ കൊന്നിട്ടും പക തീരാത്ത ഒരു കൊടും ക്രൂരനെ ഭയക്കുക തന്നെ വേണം. കാരണം അത് സമൂഹത്തിൻ്റെ തന്നെ ഒരു വലിയ ഭീഷണിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമാണ്. അതുകൊണ്ട് ഈ നാടൊന്നാകെ ഇപ്പോൾ ഈ നമ്മുടെ ഈ കാണുന്ന സ്ഥലത്തും ഇവിടെയൊക്കെ ഉള്ള വീടുകളിലൊന്നും ആളുകളില്ല. പലരും ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പോയ അവസ്ഥയാണുള്ളത്. ഇവിടെ വളരെ 4-5 വീടുകളിപ്പോൾ ആൾതാമസമില്ലാത്ത അവസ്ഥയിലാണ്. ഇതിനൊക്കെ വഴിവെച്ചൊരു കാരണം ഈ ചെന്താമരയുടെ ഈ കൊലപാതകമാണ്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടേക്ക് ആളുകൾക്ക് വിവാഹബന്ധം പോലും നടക്കാത്ത അവസ്ഥയിലേക്ക് ഈ സാഹചര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ സമൂഹത്തെ ഒന്നാകെ, നാടിനെ ഒന്നാകെ ഈ കൊടും ക്രൂരൻ്റെ കൊലപാതകങ്ങൾ വലിയ തോതിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാണെങ്കിലും തിങ്കളാഴ്ചയിലെ വിധി, അന്ന് ആ വിധി ഈ ഒരു നാടൊന്നാകെ പ്രതീക്ഷിക്കുന്ന പോലെ അർഹിക്കുന്ന ശിക്ഷ ഈ കൊടും ക്രൂരന് നൽകുന്നതാണെങ്കിൽ അത് നീതീകരിക്കുന്ന ഒന്നായി തന്നെ അടയാളപ്പെടുത്തപ്പെടും. ഓമി. ശരി, അനുമോദാണ് ആ വിശദാംശങ്ങൾ നൽകിയത്. കേരളം മുഴുവനും തിങ്കളാഴ്ച ഒരു ദിവസത്തേക്കായി കാത്തിരിക്കുകയാണ്. ചെന്താമര എന്ന കൊടും കുറ്റവാളിക്ക് എന്ത് ശിക്ഷയായിരിക്കും നമ്മുടെ നീതിപീഠം നൽകുക? പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്ന് തന്നെയാണ് കേരളം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കേരളത്തെ ഞെട്ടിച്ച പത്തനംതിട്ടയിലെ വ്യാജ പീഡന പരാതിയിൽ പോലീസിനെതിരെ ആരോപണവുമായി കൂടുതൽ പേർ രംഗത്തെത്തിയിരിക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ടുപോയി കോളറിന് കുത്തിപ്പിടിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തു എന്നാണ് മാതാപിതാക്കളുടെ ആരോപണം. മക്കളിനി പഠിക്കാൻ പോകില്ലെന്ന വിഷമത്തോടെ പറഞ്ഞതായും മാതാപിതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ കൊടിയ പീഡനത്തിന് പോലീസ് ഇരയാക്കിയെന്നും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ബൂട്ട് കൊണ്ട് ചവിട്ടിയും മുടി പിടിച്ചു വലിച്ചും മർദ്ദിച്ചു എന്നാണ് പരാതി. ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടും പോലീസ് ഗൗനിച്ചില്ല. പോലീസിനെതിരെ പ്രതിഷേധം കനക്കുകയാണ്. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശശിനാരായണൻ, നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ വളരെ പേടിയോടുകൂടി, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ ഒരു നിമിഷം കൊണ്ടാണ് ഈ വാർത്തയുടെ മുഖമാകെ മാറി മറിയുന്നത്. എങ്ങനെയാണ് ഒരു കുട്ടിക്ക്, അതും ഒരു പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥിയായ കുട്ടിക്ക്, ഇത്രയും വലിയ ഒരു സ്വന്തം സഹപാഠികളെ കുറിച്ചൊക്കെ ഇങ്ങനെ കള്ളം പറയാൻ കഴിയുന്നത്? ഈ പരാതിയുടെ അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ ഗൗരവം എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാകാത്തത്? നവമി പറഞ്ഞത് തീർച്ചയായും വളരെ ഏറെ ചിന്തിക്കേണ്ട വിഷയമാണ്, സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. എന്തായാലും ഈ വ്യാജ പീഡന കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ യുവാവിന് ആദ്യം കസ്റ്റഡി എടുത്ത് പോലീസ് കസ്റ്റഡി ചോദ്യം ചെയ്ത യുവാവിന് ക്രൂരമായ മർദ്ദനമാണ് പോലീസിൽ നിൽക്കേണ്ടി വന്നത്.
ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണ്, ബൈപ്പാസ് കഴിഞ്ഞ ആളാണ്, താൻ ഈ കേസിലില്ല, ഞാൻ അതിൽ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടും പോലീസ് ആദ്യം ഈ പരാതി കിട്ടിയ ഉടൻ തന്നെ, ഈ കുട്ടിയുടെ മൊഴി കിട്ടിയ ഉടൻ തന്നെ ഈ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചു. അതായത് കയ്യിലും പുറത്തിനുമൊക്കെ മർദ്ദനമേറ്റ് ഈ യുവാവ് ഇപ്പോൾ ചികിത്സയിലാണ്. എന്തായാലും ആ വ്യാജ പീഡന പരാതിയിൽ മൊഴി മാറ്റി പറഞ്ഞതോടെ തന്നെ അന്ന് പിടിയിലായ കുട്ടികൾ, അതായത് പ്രായപൂർത്തിയാകാത്ത 4 കുട്ടികളും ഈ കേസിലുണ്ടായിരുന്നു. 6 പേരെയാണ് പോലീസ് ഇത് സംബന്ധിച്ച് 3-ാം തീയതി കസ്റ്റഡി എടുത്തത്. ഈ കുട്ടി മൊഴി മാറ്റി പറയുകയും ഒപ്പം വൈദ്യപരിശോധനയിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് തെളിഞ്ഞതോടുകൂടി ഈ 6 പേരെയും പോലീസ് വിട്ടയച്ചു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസിൽ നിന്നും ക്രൂരമായ പീഡനം ഈ 4 കുട്ടികൾക്കും ഈ യുവാവിനും ഏൽക്കേണ്ടി വന്നുള്ളതാണ് ഏറെ വിവാദമായിരിക്കുന്നത്, ഒപ്പം പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. പോലീസ് കൃത്യമായി ഈ കേസ് അന്വേഷിക്കാതെ ഉടൻ തന്നെ പെൺകുട്ടിയുടെ മൊഴി കിട്ടിയ ഉടൻ തന്നെ ഈ യുവാവിനെയും ഒപ്പം ഈ 4 പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയും കൂടെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യാനുണ്ടായത്. ആ ചോദ്യം ചെയ്യൽ കുട്ടികളുടെ കഴുത്തിന് കയറി പിടിക്കുകയും കോളറിക്ക് പിടിക്കുകയൊക്കെ ചെയ്തതായിട്ടുള്ള പരാതികൾ ഇന്ന് മാതാപിതാക്കൾ കൂടി ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പോലീസിന് ഗുരുതരമായ വീഴ്ച ഈ കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് പ്രാഥമിക വിവരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും ഈ പരാതി പെൺകുട്ടി നൽകിയപ്പോൾ സ്വാഭാവികമായും അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തുകയാണെങ്കിൽ അതിന് വൈദ്യപരിശോധന ആവശ്യമാണ്, മറ്റു നടപടികൾ ആവശ്യമാണ്. ഇതൊന്നുമില്ലാതെയാണ് പെൺകുട്ടിയുടെ പരാതി കിട്ടി മൊഴി കിട്ടിയ ഉടൻ തന്നെ ഈ ആരോപണ വിധേയരായ കുട്ടികളെയും ഒപ്പം ഈ യുവാവിനെയും വീട്ടിൽ കയറി ചെന്ന് പകൽ സമയത്ത് മഫ്തി വേഷത്തിലാണ് കൂടൽ പോലീസ് സ്റ്റേഷനിലെ SIയും പോലീസ് സംഘവും വീട്ടിൽ ചെന്ന് പിടിച്ചുകൊണ്ട് വന്നതിന് ശേഷം കാലിൽ ചൂരൽവടി കൊണ്ട് കാലിന്റെ വെള്ളയിലടിക്കുകയും അതുപോലെ തന്നെ പുറത്ത് മർദ്ദിക്കുകയും ചെവിയിലും പരിക്കേൽക്കുന്ന തരത്തിൽ മർദ്ദിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ യുവാവിനെ മർദ്ദിച്ചത്. ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരു യുവാവാണ് സാർ ഞാൻ ഇതിനകത്ത് നിരപരാധിയാണെന്ന് കാലിൽ പിടിച്ച് കേടപേക്ഷിച്ചിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥർ കേട്ടില്ല എന്നാണ് യുവാവ് മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും ആഭ്യന്തരമന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും DGPക്കും യുവാവ് പരാതി നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ യുവാവ് ഇപ്പോൾ ചികിത്സയിലുമാണ്. ഈ കുട്ടികളെ സംബന്ധിച്ച് പറയാമെങ്കിൽ ആദ്യമായിട്ടാണ് അവർ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. അത് കയറുന്ന സമയത്ത് അവിടെ ഉണ്ടായ അനുഭവങ്ങൾ ഈ കുട്ടികളെ മാനസികമായി തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്നാണ് ഈ മാതാപിതാക്കൾ വ്യക്തമാക്കുന്നത്. ഇനി അവർ പഠിക്കാൻ പോകുന്നില്ല എന്നൊരു കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നു. സമൂഹത്തിൽ അവർക്കുണ്ടായ നാണംകേട്, അപമാനക്ഷതം, ഒപ്പം പോലീസിൽ നിന്നുണ്ടായ ഇത്തരത്തിലുള്ള ഒരു മർദ്ദനം, ഇതെല്ലാം കുട്ടികളെ സംബന്ധിച്ച് മാനസികമായി തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മാതാപിതാക്കൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഈ കാര്യത്തിൽ പോലീസിന് ഈ വ്യാജ പീഡന പരാതിയിൽ പോലീസിന് ഗുരുതരമായ വീഴ്ചയുണ്ടായെന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കൃത്യമായ ഒരു അന്വേഷണം വേണം, നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് ഈ കുട്ടികളുടെ മാതാപിതാക്കളും ഒപ്പം ഈ യുവാവും ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടിയുള്ള പരാതികൾ DGPക്കും അതുപോലെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. വിശദമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ വേണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇത്തരമൊരു വ്യാജ പരാതി ഉന്നയിച്ചതെന്നുള്ളതാണ് പോലീസ് കഴിഞ്ഞ ദിവസം പ്രധാനമായി അന്വേഷിച്ചത്. അത് പ്രധാനമായും ഈ സഹപാഠികളായി ഈ ആരോപണ വിധേയരായ കുട്ടികളിൽ ഒരാളുമായി കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയത്തിന്റെ നിരാശയാണ് ഇത്തരത്തിൽ ഇവരെ കുരുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ് അവസാന ഘട്ടത്തിൽ കുട്ടി പറഞ്ഞത്. അതുകൊണ്ട് അത്തരത്തിലാണ് കുട്ടി മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വ്യാജ പരാതിയാണെന്ന് പിന്നീട് തെളിയിക്കപ്പെടുകയായിരുന്നു. വൈദ്യപരിശോധന കുട്ടി പീഡിപ്പിക്കപ്പെട്ടില്ലെന്ന് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ വലിയ തലവേദനയായി പോലീസിന് മാറിയിരിക്കുന്നു. ഈ കേസിൽ നിന്ന് പിന്മാറാൻ പോലീസ് തയ്യാറായിരിക്കുന്നു. എന്തായാലും 2 FIR എടുത്ത കേസിൽ 11ഓളം പ്രതികളാണ് ഉണ്ടായിരുന്നത്. 6 പേരെ മാത്രമാണ് ഈ കേസിൽ ആദ്യം കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തത്. അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുമ്പെയാണ് പെൺകുട്ടി മൊഴി മാറ്റി പറഞ്ഞതും മറ്റു രേഖകളൊക്കെ പുറത്തു വന്നു. എന്തായാലും ഈ 6 പേരെയും ഇപ്പോൾ പോലീസ് വിട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇത് സംബന്ധിച്ച് വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ മാർച്ച്, അതായത് DYFIയും CPMഉം ഇന്ന് കൂടൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇന്ന് മാർച്ച് നടത്തിയത്. എന്തായാലും വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ഇത് സംബന്ധിച്ച് ഉണ്ടായിരിക്കുകയാണ്. നവമി, ശശിനാരായണൻ, അത് തന്നെയാണ് പോലീസ് കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ഈ കേസിനെ കൈകാര്യം ചെയ്യേണ്ടതല്ലേ? കാരണം ഈ ആരോപണ വിധേയരായി നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതും കുട്ടികളാണ്. ഇത്രയും സെൻസിറ്റീവ് ആയിട്ടൊരു വിഷയം ഇത്ര ലാഘവത്തോടെ എന്തിനാണ് പോലീസ് കൈകാര്യം ചെയ്തത്? പോലീസിന്റെ ഭാഗത്ത് നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം ഇതിൽ ലഭ്യമായിട്ടുണ്ടോ? നവമി, നമ്മൾ ഈ കാര്യം SP-യോട് ചോദിച്ചപ്പോൾ SP വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. കാരണം പോലീസ് കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഇപ്പോൾ നടത്തുകയാണ്. കാരണം പോലീസിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്. ഒരു പെൺകുട്ടിയുടെ മൊഴി ലഭിച്ച ഉടൻ തന്നെ, അതായത് 13 വയസ്സുകാരിയാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം എടുത്തു ചാടി ഒരു നടപടിയിലേക്ക് പോലീസ് പോയി. ഉടൻ തന്നെ ഈ ആ പെൺകുട്ടി മൊഴിയിൽ പറഞ്ഞ 4 സഹപാഠികളെയും ഒപ്പം 2 യുവാക്കളെയും പോലീസ് കസ്റ്റഡി എടുക്കുന്നു. അവരെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഈ കാര്യത്തിൽ കൃത്യമായി പോലീസ് ചില കാര്യങ്ങളിൽ ഒരു വീഴ്ച പോലീസ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പരാതി ലഭിച്ചതിന് ശേഷം അതനുസരിച്ചൊരു അന്വേഷണം, അതായത്
പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുക, പിന്നീട് വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടന്നതിന് ശേഷമാണ് ഇത്തരം നടപടിയിലേക്ക് പോകേണ്ടിയിരുന്നത്. പക്ഷേ എടുത്തിയാടി പോലീസ് ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ് ഇപ്പോൾ ഒരു പ്രതിഷേധത്തിനും വിവാദത്തിനും കാരണമായിരിക്കുന്നത്. പോലീസ് ഈ കേസിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ പെൺകുട്ടി പക്വതയില്ലാത്ത പ്രായമാണ്, 13 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടി പറഞ്ഞതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ, അതിനുള്ള സാഹചര്യ തെളിവുകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കണമായിരുന്നു. അതിനുശേഷമാണ് മറ്റു നടപടിയിലേക്ക് പോലീസ് പോകേണ്ടിയിരുന്നത്. പക്ഷെ അതിനൊന്നും ഒക്കാതെ പെട്ടെന്ന് തന്നെ പോലീസ് ഈ പ്രതികളെ പിടികൂടുന്ന തരത്തിലേക്ക് മാറി. അത്തരം കാര്യങ്ങളൊന്നും പരിശോധിക്കാതെ പോയത് എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ച് വീഴ്ച ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ കുറ്റക്കാരായ കൂടൽ പോലീസ് സ്റ്റേഷനിലെ സ്ത്രീയും ഒപ്പം പോലീസുകാർക്കും അതിന് നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പോലീസിന് പരാതി, ആഭ്യന്തരമന്ത്രിക്ക് പരാതി ഉണ്ടാകും. ഇതിന് ചിലപ്പോൾ വകുപ്പ് തല നടപടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇതിനുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നിരപരാധികളാണ് ശിക്ഷിക്കപ്പെട്ടത്. അവരാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവർക്ക് സമൂഹത്തിലുണ്ടായ മാനക്കേട്, ഒപ്പം മർദ്ദനം, പോലീസിന്റെ മർദ്ദനം, ഇതെല്ലാം സൂചിപ്പിച്ചാണ് മനുഷ്യാവകാശ കമ്മീഷൻ വരെ ഈ പരാതി മർദ്ദനമേറ്റ യുവാവ് പരാതി നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബൈപ്പാസ് കഴിഞ്ഞ യുവാവാണ്. അത് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ട് പോലും പോലീസ് മർദ്ദിച്ചു എന്നുള്ളതാണ് യുവാവിന്റെ പരാതി. അത്തരം കാര്യങ്ങൾ, മെഡിക്കൽ തെളിവുകളെല്ലാം അവരുടെ കൈവശമുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ഗുരുതര വീഴ്ച എന്തായാലും പരാതി ഉണ്ടാവും, അവർക്ക് നടപടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നവമി. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലെ വ്യാജ പീഡന പരാതിയിലാണ് പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മാതാപിതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. സ്പോട്ട് ലൈവ് തുടരും ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. വ്യക്തികളുടെ സാമ്പത്തിക അടയാളമായി നിലകൊള്ളുന്ന സ്പോട്ട് ലൈവ് തുടരുന്നു. ബംഗളൂരു ബൈക്കമ്പാടിയിൽ പയ്യന്നൂരിലെ സ്വർണ്ണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി കൊള്ളയടിച്ച കേസിൽ 8 മലയാളികൾ ഉൾപ്പെടെ 13 പ്രതികൾക്കായി പരമ്പൂർ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. പ്രതികളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊള്ള തന്നെയാണെന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ വ്യക്തമാകും. എന്താണ് പോലീസിൽ നിന്നും ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിശദാംശങ്ങൾ? നവമി, മലയാളി ഉൾപ്പെട്ട് വലിയൊരു കൊള്ളസംഘത്തെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടാൻ ഇത്തരത്തിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് കണ്ണൂർ ജില്ലയിലെ 8 പേർ, ബാക്കിയുള്ളവർ മടിക്കേരി സ്വദേശികളാണ്. ഇവരെ കണ്ടെത്താനാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാത്രമല്ല, നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഇവരെ കണ്ടെത്തുന്നവർക്ക്, ഇതിന്റെ വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികവും പോലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരം വിവരങ്ങൾ കൈമാറുന്നവരെ കുറിച്ച് രഹസ്യമായി തന്നെ വെക്കുമെന്നും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും വലിയൊരു കൊള്ളയാണ് നടന്നത്. ബൈക്കമ്പാടിയിലാണ് ഇത്തരത്തിൽ ജൂൺ 29-നാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. അതായത് മഹാരാഷ്ട്ര സാംഗ്ലി സ്വദേശിയാണ്
വികാസ് എന്ന് പറയുന്ന പയ്യന്നൂരിൽ ജ്വല്ലറി നടത്തുന്ന ആൾ, വർഷങ്ങളായി പയ്യന്നൂരിൽ ജ്വല്ലറി നടത്തുന്ന ആളാണ്. ഇങ്ങനെ ഇവർ കുടുംബസമേതം മഹാരാഷ്ട്രയിലെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം തിരിച്ചു വരുമ്പോഴാണ് പുലർച്ചെ ബൈക്കമ്പാടിയിലെത്തുമ്പോൾ 3 വാഹനങ്ങളിലെത്തി, അതായത് 2 ഇന്നോവയിലും ഒരു സ്വിഫ്റ്റ് കാറിലും എത്തിയ 16 അംഗ സംഘം ഇങ്ങനെ വലിയൊരു കവർച്ച നടത്തുന്നത്. ഈ വാഹനം തട്ടിക്കൊണ്ടുപോകുന്നു. ഇവരെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഈ വാഹനത്തിലുണ്ടായിരുന്ന 20 ലക്ഷത്തോളം രൂപ വില വരുന്ന സ്വർണമാണ് ഇവർ കവർച്ച ചെയ്തത്. അതിനുശേഷം ഈ സംഘത്തിൽ നിന്നും 3 പേരെ പിടികൂടിയിരുന്നു. അതായത് കണ്ണൂർ സ്വദേശിയായ ഒരാളും മടിക്കേരി സ്വദേശിയായ 2 പേരും. ഇതിൽ കണ്ണൂർ സ്വദേശി ഇതിൽ പ്രധാനപ്പെട്ട ഈ കേസിൽ ഉൾപ്പെട്ട ആളാണ്. മറ്റ് 2 പേർ ഇവരെ സഹായിച്ച ആളാണ്. അങ്ങനെ 3 പേരെ പിടികൂടിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട പ്രതിയടക്കം 13 പേരെയാണ് ഇനി പിടികൂടാനുള്ളത്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സ്വർണം പൊട്ടിക്കൽ സംഘമാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇവരെ കണ്ടെത്താനായുള്ള ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതിൽ പിണറായി, അതുപോലെ തന്നെ പാപ്പിനിശ്ശേരി, കണ്ണൂർ പ്രദേശങ്ങളിലുള്ള ആളുകളാണ് ഇനി പിടികൂടാനുള്ളത്. ഇവരെ കണ്ടെത്താനാണ് ഇവരുടെ ഫോട്ടോ സഹിതം പോലീസ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസിന്റെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനം ഈ പാരിതോഷികം നൽകും, വിവരങ്ങൾ കൈമാറുന്നത് അവരെ കുറിച്ച് രഹസ്യമായി തന്നെ വെക്കുമെന്ന് പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ വലിയ തോതിൽ പോലീസ് ഇതിൽ വലവിരിച്ച് ഈ പ്രതികൾക്കായുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുള്ളത്. എന്തായാലും വലിയ ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയായിരുന്നു അന്ന് നടന്നിരുന്നത്. ജൂൺ 29 ഈ സംഘം വരുന്നു, ഇവരെ തടയുന്നു. തടഞ്ഞതിന് ശേഷം ഇവരെ തട്ടിക്കൊണ്ടുപോകുന്നു വലിയ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക്. സമാനമായ രീതിയിൽ കണ്ണൂർ ജില്ലയിലും ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു സ്വർണം പൊട്ടിക്കൽ സംഭവം നടന്നിരുന്നു. അതേ രീതിയിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ഏതായാലും കേരളത്തിൽ നിന്നുൾപ്പെട്ട വലിയൊരു സംഘം തന്നെയാണ് ഇത്തരം ഈ ഒരു സ്വർണം പൊട്ടിക്കലിന് പിന്നിലെന്ന് പോലീസിന് അപ്പോൾ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് അങ്ങനെയാണ് ഈ പ്രതികളിലേക്ക് എത്തിയത്. ഏതായാലും ഇപ്പോൾ മുഴുവൻ പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 13 പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി പിടിയിലാകാനുള്ള 13 പേരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഈ സംഘം മറ്റ് എവിടെയൊക്കെ കവർച്ച നടത്തി എന്ന കാര്യത്തിലൊക്കെ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇവരെ പിടികൂടുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതിനുശേഷമായിരിക്കും ഈ മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെ പിടികൂടിയതിനു ശേഷമായിരിക്കും ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് ഇത്തരത്തിൽ എത്രത്തോളം ഈ ഒരു കവർച്ച ഇവർ നടത്തിയിട്ടുണ്ട്, ഇങ്ങനെ സ്വർണം പൊട്ടിക്കൽ ഇടപാടിന് ഇവർ നിന്നിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പോലീസിന് മനസ്സിലാക്കാനുണ്ട്. ഏതായാലും ഈ വികാസിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. അതിനുശേഷം നടത്തിയ സമർത്ഥമായ നീക്കത്തിലൂടെയാണ് ഇപ്പോൾ 3 പേർ പിടിയിലായിട്ടുള്ളത്. 3 പേർ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ആയിട്ടുണ്ട്. ഇതിൽ കണ്ണൂർ ജില്ലയിലെ ആളുണ്ട്, അതുപോലെ തന്നെ കർണാടകയിലെ ആളുണ്ട്. ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചവരെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. നവമി, ബൈജു, ഒരു കാര്യം കൂടി ബൈജു ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പിടിയിലായവരെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരുന്നുണ്ട്. അതായത് ഇതിനു മുൻപും അവർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തതാണ്, ഇവർ ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘത്തിലുള്ളവർ തന്നെയെന്ന് തന്നെയല്ലേ പോലീസ് പറയുന്നത്? തീർച്ചയായും അതുതന്നെയാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഇനി ഇതിൽ മുഖ്യ സൂത്രധാരൻ ഇനി പിടിയിലാകാനുണ്ട്. ഇവർ ഉൾപ്പെടെ പിടികൂടിയാൽ മാത്രമേ പോലീസിന് ഇതിലെ കൃത്യമായൊരു വ്യക്തത വരൂ. ഇവരെ എവിടെയൊക്കെ നേരത്തെ കവർച്ച നടത്തി, പ്രത്യേകിച്ച് പോലീസ് പറയുന്നത് കേരളത്തിലും അതുപോലെ തന്നെ കർണാടകയിലും നിരവധി ഇത്തരത്തിലുള്ള കേസുകൾ ഇവർക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് പോലീസ് വിരൽ ചൂണ്ടുന്നത്. അത് ഇവരെ കണ്ടെത്തി വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ അറിയൂ. ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഒരാളാണ്. ഇയാൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇയാൾ മുഖ്യപ്രതിയല്ല. അതോടൊപ്പം മറ്റ് 2 പേർ മടിക്കേരി സ്വദേശികളാണ്. ഇവരെ ഒളിവിൽ കഴിയാൻ അല്ലെങ്കിൽ അത്തരത്തിൽ സഹായിച്ചതും അതോടൊപ്പം ഈ ഒരു കവർച്ച ആസൂത്രണം ചെയ്തതിൽ സഹായിയായി പ്രവർത്തിച്ച ആളുകളാണ് മറ്റ് 2 പേർ. ഇനി പിടിയിലാകാനുള്ളവരാണ് ഇതിലെ മുഖ്യപ്രതികൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ഇന്നോവ വാഹനങ്ങളിലും അതുപോലെ തന്നെ ഒരു സ്വിഫ്റ്റിലും ഇങ്ങനെ വന്ന് ഇത്തരത്തിൽ കവർച്ച നടത്തിയ ഒരു സംഭവമാണ്. കർണാടക പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ കേരളത്തിൽ നിന്നും ആളുകളാണ് ഇതിൽ ഉൾപ്പെട്ടതെന്നതിൽ തുടക്കത്തിൽ തന്നെ മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ സമാനമായ രീതിയിൽ എവിടെയൊക്കെ ഇത്തരത്തിൽ കവർച്ച നടന്നിട്ടുണ്ടോ അതായിരുന്നു കർണാടക പോലീസ് ആദ്യം പരിശോധിച്ചത്. അതോടൊപ്പം തലപ്പാടി അതിർത്തിയിലെ ഈ CCTV ക്യാമറ ഉൾപ്പെടെ പരിശോധിച്ചപ്പോൾ ആ വാഹനങ്ങളെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിച്ചു. ഈ വാഹനം ഇത്തരത്തിൽ ഒഴിഞ്ഞ സ്ഥലത്ത് ഇവർ ഉപേക്ഷിച്ച നിലയിൽ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇവരുടെ ഈ ഒരു കവർച്ചയ്ക്ക് ആസൂത്രണം നടത്തിയ വാഹനം നേരത്തെ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഈ പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. ഇനിയിപ്പോൾ പ്രതികൾ കേരളത്തിൽ തന്നെ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവർ പിടികൂടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ ലുക്കൌട്ട് നോട്ടീസിൽ കൃത്യമായി ഇവരുടെ പേര്, വിവരങ്ങളും എല്ലാ കാര്യങ്ങളും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ സംഭവം നടന്നതിന് ഇപ്പോൾ ഒരാൾ പിടിയിലായതോടുകൂടി, കണ്ണൂർ ജില്ലയിലെ ഈ കേസിൽ ഉൾപ്പെട്ട ആൾ പിടിയിലായതോടുകൂടി മറ്റ് സംഘാംഗങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കണ്ടെത്താൻ സാധിച്ചു. അതുതന്നെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായതും. അതോടൊപ്പം നവമി സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനം എത്രത്തോളം ഇങ്ങനെ ഈ ഒരു കവർച്ച ഇവർ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കൽ ഇടപാടിൽ ഇവർ നിന്നിട്ടുണ്ട് എന്നൊക്കെ വളരെ പ്രധാനമാണ്. അത്തരം കേസുകൾ, കൂടുതൽ കേസുകൾ ഇവർക്കെതിരെ വരാനുള്ള സാധ്യത കൂടി പോലീസ് വിരൽ ചൂണ്ടുന്നുണ്ട്. ഏതായാലും അത് ഇവരെ കണ്ടെത്തിയാൽ മാത്രമേ പോലീസ്
പോലീസിന് അത്തരം കാര്യങ്ങളിലേക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാൻ സാധിക്കൂ. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഈ സംഘത്തെ പിടികൂടാനാകുമെന്ന് തന്നെയാണ് കർണാടക പോലീസ് പറയുന്നത്. അതിനാണ് കേരളത്തിൽ ഉൾപ്പെടെ മലയാളത്തിലാണ് ലുക്കൌട്ട് നോട്ടീസ് ഉള്ളത്. കർണാടകത്തിലും മലയാളത്തിലുമായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പ്രധാനമായും ഇവർ പറയുന്നത് കേരളത്തിൽ തന്നെ ഈ സംഘം ഇവർ ഒളിവിൽ കഴിയുന്നുണ്ടെന്നാണ്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലുള്ള ആളുകളാണ്. കൊച്ചിയിലോ തിരുവനന്തപുരത്തായി ഒളിവിൽ കഴിയാനുള്ള സാധ്യതയാണ് പോലീസ് പറയുന്നത്. കർണാടക പോലീസ് ഇപ്പോൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഇവരെ കണ്ടെത്താനായി ഒരു പരിശോധന അങ്ങനെയും നടക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ഇങ്ങനെ വിവരങ്ങൾ കൈമാറാൻ വേണ്ടി ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. അതോടൊപ്പം ഈ വിവരങ്ങൾ കൈമാറുന്നവർക്കുള്ള പാരിതോഷികവും പോലീസ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടാൻ കഴിയും. കൂടുതൽ കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇത്തരം വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നവമി. ശരി, KV ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള സ്വർണ്ണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി കൊള്ളയടിച്ച കേസിൽ ബാക്കിയുള്ള പ്രതികൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. നിരവധി പേരാണ് പിരിച്ചുവിടലിലൂടെ കോറ ഹെൽത്ത് എന്ന കമ്പനി വഴിയാധാരമാക്കിയത്. പിരിച്ചുവിടലിനെതിരെ പ്രതിഷേധം ശക്തമാണ്. വിവിധ സംഘടനാ നേതാക്കൾ ജീവനക്കാരെ പിന്തുണച്ച് കോറ ഹെൽത്ത് ഓഫീസിൽ എത്തി. ജീവനക്കാരെ അകത്ത് കയറ്റാത്ത അധികൃതർ ഓഫീസ് പൂട്ടിയിരുന്നു. തുടർന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഓഫീസ് തുറന്ന് ജീവനക്കാരെ അകത്ത് പ്രവേശിപ്പിക്കുകയായിരുന്നു. നിങ്ങളെ സ്ഥാപനമാണല്ലോ, അവരെന്തോ തീരുമാനം ഉണ്ടായിക്കോട്ടെ. ടോയ്ലറ്റ് പോകണോ അകത്തിരുന്നോ, ബാക്കി പിന്നെ പോകാലോ. ജോലി പറയുന്നതൊക്കെ ബാക്കി നോക്കാം. കയറി ബാത്റൂമിലോ മറ്റോ പോകേണ്ടതൊക്കെ പോയിക്കോ. നിങ്ങളെ സ്ഥാപനമല്ലേ, നിങ്ങൾ അങ്ങനെ ഇറങ്ങി പോകണ്ടല്ലേ. രാവിലെ മുതലേ രൂപകണക്കിനാണ് പുറത്തേക്കാണ്. ഇല്ല, നിങ്ങൾക്ക് പ്രാഥമിക കേന്ദ്രം അങ്ങനെ എന്തെങ്കിലും ചെയ്യാനോ ടോയ്ലറ്റ് പോകാനൊക്കെ ഉണ്ട് പോയിക്കോ. നിങ്ങളെ സ്ഥാപനമാണ്, കയറുന്നവർ കയറിക്കോളി. 10-ാം തീയതി മന്ത്രിതല ചർച്ച നടത്തുമെന്ന് ഉമാ തോമസ് MLA പറഞ്ഞു. മീറ്റിംഗിന്റെ ഭാഗമായിട്ട് ഇവരുടെ ഹയർ ഒഫീഷ്യൽസിന് സംസാരിക്കാനായിട്ട് അവസരം കൊടുക്കണം. അതുവരെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തോളാം എന്ന ഒരു തീരുമാനത്തിലാണ് പിരിഞ്ഞത്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി ഇന്ന് രാവിലെ അവർക്ക് 6-ാം തീയതി ഇന്ന് രാവിലെ അവർക്ക് എത്താൻ സാധിക്കില്ല. 10-ാം തീയതി ആക്കണം എന്ന് അവരുടെ ഒരു മെയിൽ വന്നിട്ടുണ്ട്. ലേബർ കമ്മീഷണറും അതുപോലെ തന്നെ ലേബർ ഓഫീസറും എല്ലാം വന്നിട്ട് ഇന്ന് കുട്ടികളുടെ വിവരങ്ങൾ എന്താണെന്ന് അറിയാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിന്ന് മീറ്റിങ്ങിന് ഇവിടെ എത്തിയിരിക്കുന്നത്. അതേസമയം നമ്മളുടെ കുട്ടികൾ കുറേ പേര് അവരുടെ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്ന് അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവരെ ആരെയും ഓഫീസിലേക്ക് കയറ്റിയിട്ടില്ല. ഇത്രയധികം കുട്ടികൾ, 800ഓളം കുട്ടികൾ നമ്മളുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നവർ, മെഡിക്കൽ കോഡിംഗ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലി ഇല്ലാതാവുക, ജോലി നഷ്ടപ്പെടുക എന്നുള്ള ഒരു സന്ദർഭം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കണക്കിലെടുത്താണ് മിനിസ്റ്റർ ഈ മീറ്റിങ്ങിന് പങ്കെടുത്തോളാം എന്ന് പറഞ്ഞിരിക്കുന്നത്. കമ്പനി അധികൃതർ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ലേബർ കമ്മീഷൻ അറിയിച്ചു. കമ്പനിയിലെ കുട്ടികൾക്ക്, ഓരോ ഹെൽത്തിലെ കുട്ടികൾ ട്രേഡ് യൂണിയൻസ് ആയിട്ട് വിശദമായിട്ടുള്ള മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഇന്നു മുതൽ തന്നെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ തന്നെ കമ്പനി തുറന്നു പ്രവർത്തിക്കും. ആസൻ ഉള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. 10-ാം തീയതി കമ്പനി റീസ്റ്റാർട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഫുൾ ഫ്ലെഡ്ജിൽ വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഗവൺമെന്റിന് അതിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം അവർക്ക് വേണമെങ്കിൽ വാട്ട് എവർ സപ്പോർട്ട് നീഡഡ് അത് സർക്കാർ ചെയ്തു കൊടുക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നേരിട്ട് തന്നെ വന്ന് മീറ്റിംഗ് നടത്തുന്നുണ്ട്. ടിൽ ദെൻ നമ്മൾ ക്ലോഷറുമായിട്ട് ഒന്നും ലീഗൽ പ്രൊസീജിയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇസ് ഓൾസോ നോട്ട് സ്റ്റാർട്ടിംഗ്. വി ആർ വെയിറ്റിംഗ് ഫോർ ദ മീറ്റിംഗ് ടു ഹാപ്പൻ. അതുവരെ തുടർന്ന് പോകുന്നതാണ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രനും ഡാനി പോളും ചേരുന്നുണ്ട്. ആദ്യം ആജ്ഞ രവീന്ദ്രനിലേക്ക്. ആജ്ഞ, ജീവനക്കാർക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു ആശ്വാസം എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? തീർച്ചയായിട്ടും നോമി, പ്രത്യേകിച്ചും 800-ലധികം എംപ്ലോയീസിനെയാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ അവരൊരു ദിവസം അവരുടെ ജോലിക്ക് അവരുടെ സീറ്റിലെത്തുമ്പോൾ ഇനി തുടരണ്ട എന്നുള്ളൊരു ഇൻറ്റിമേഷനാണ് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും അല്പം ഒരു ആശ്വാസം കിട്ടുന്ന നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ കടന്നിട്ടുള്ളത് എന്ന് വേണം പറയാൻ. പക്ഷേ അതൊരു തീരുമാനമല്ല, അന്തിമ തീരുമാനമല്ല. പ്രത്യേകിച്ചും 10-ാം തീയതി മന്ത്രിതല തീരുമാനത്തിന് ശേഷം അല്ല ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അതിലൊരു വ്യക്തത വരിക. എന്നിരുന്നാൽ ഇന്ന് രാവിലെ ഈ ജീവനക്കാർ ഇവിടെ എത്തുമ്പോൾ അവരുടെ ഓഫീസിലേക്ക്
കയറാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും, അവർ ഓഫീസിലേക്ക് കയറാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ ശ്രമങ്ങൾ, അത് മാത്രമല്ല പോലീസിനെ വിളിച്ചു വരുത്തി പോലീസ് ജീവനക്കാർ ഓഫീസിലേക്ക് കയറുന്നത് തടയുന്ന സാഹചര്യത്തിലായിരുന്നു. അങ്ങനെ 800ഓളം ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 800-ലധികം ആളുകൾ രാവിലെ 9 മണിക്ക് അവരുടെ കൃത്യമായ ജോലി സമയത്തെത്തുന്നു. അത് അവരെ ജോലിക്ക് പ്രവേശിപ്പിക്കാതിരിക്കുന്നു. അതേ തുടർന്ന് അവർക്ക് ഇവിടെ തന്നെ അതായത് ഓഫീസിന് പുറത്തേ ഉള്ള ഭാഗത്ത് ഈ വെയിലത്തൊക്കെ തടിച്ചുകൂടേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായി. അത് മാത്രമല്ല, ഇതിൽ നിരവധി സംഘടനാ യൂണിയൻ ഭാരവാഹികൾ, നേതാക്കളൊക്കെ ഇടപെടുന്ന സാഹചര്യമുണ്ടായി. നിരവധി തൊഴിലാളി സംഘടനകൾ ഇടപെടുന്ന സാഹചര്യമുണ്ടായി. AITUC ഇടപെട്ടു, CITU ഇടപെട്ടു, അതുപോലെ INTUC ഇടപെട്ടു, DYFI ഇടപെട്ടു, CPM ഇടപെട്ടു. അങ്ങനെ ഹൈബിയുടൻ എത്തി, അങ്ങനെ കോൺഗ്രസ് എത്തി, അങ്ങനെ MP-മാർ, MLA-മാർ ഇവരെല്ലാവരും ഇവിടെ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോഴും കേന്ദ്രത്തിൽ ലേബർ നിയമം നടപ്പിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ, ലേബർ കോഡ് നടപ്പിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ചും കേരളത്തിൽ ലേബർ കോഡ് നടപ്പിലായിട്ടില്ല. ലേബർ കോഡിന്റെ നടപ്പിലാക്കലുമായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇനി നേരിടാൻ പോകുന്നത് വലിയ പ്രത്യാഘാതമാണ്. അത്തരത്തിലുള്ള ആശങ്കയാണ് DYFI നേതാവ് VK സനോജും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്. എന്തായാലും വലിയ ആശങ്കയായിരുന്നു ഈ ചർച്ച കഴിയുന്നത് വരെ ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർക്കുണ്ടായിരുന്നത്. അവരോടൊപ്പം എല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നിന്നെങ്കിൽ പോലും അവർക്ക് ആ ചർച്ചയിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് പല ജീവനക്കാരും നമ്മളോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ MLA ഇവിടെ വന്ന് സംസാരിച്ച ശേഷം ഉമ്മ തോമസ് MLAയും ലേബർ കമ്മീഷണറും ഇവിടെ വന്ന് സംസാരിച്ചിരുന്ന സാഹചര്യത്തിൽ ആണ് അവർ അല്പം ഒരു ആശങ്ക നീങ്ങിയ ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അതിനുശേഷം ഈ കമ്പനി അവരെ ഓഫീസിൽ പ്രവേശിപ്പിക്കാമെന്നുള്ളൊരു ധാരണ എത്തിയിട്ടുണ്ട്. പക്ഷേ അവരുടെ ജോലി തുടരാൻ അനുവദിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അല്ലെങ്കിൽ അവരെ കൊണ്ട് ജോലി എടുപ്പിക്കുന്ന സാഹചര്യത്തിൽ കമ്പനി പോകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും അവർക്ക് ഓഫീസിലെത്താം, അവർക്ക് അനുവദിച്ചിരിക്കുന്ന സ്പേസിലിരിക്കാം, അതല്ലെങ്കിൽ മറ്റ് ഇതുവരെ ഓഫീസിൽ എങ്ങനെയായിരുന്നു അത്തരം കാര്യങ്ങൾ തുടർന്നു പോകാം. ഈ 10-ാം തീയതി വരെ, 10-ാം തീയതിക്ക് ശേഷം മന്ത്രിതല ചർച്ചയുണ്ടാവും. പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു ചർച്ച നടന്നെങ്കിൽ പോലും ഈ സ്ഥാപന ഉടമകൾ അതിനോട് എത്രമാത്രം നീതി പുലർത്തുമെന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ജീവനക്കാർ ഇപ്പോഴും ആശങ്കയിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ചർച്ച കഴിഞ്ഞാലും ഇവരെ അവിടെ തിരിച്ച് ജോലിയിൽ പ്രവേശിപ്പിക്കുമെന്നൊരു ഉറപ്പ് നമുക്ക് നൽകാൻ കഴിയുമോ? ജീവനക്കാർക്ക് അതിൽ എന്തെങ്കിലും ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുകയല്ലേ? നവമി, ജനുവരിയിൽ ഒരു 25 പേർക്ക് ഇവരെ പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ലേബർ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതിയും നൽകിയിരുന്നതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പരാതി പിന്നീട് പരിഗണിക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് ലേബർ കമ്മീഷന്റെ മുന്നിൽ വെച്ച് തന്നെ ഈ ജീവനക്കാർ തന്നെ വെളിപ്പെടുത്തുന്ന സാഹചര്യം. 2 പരാതിയുടെ ഡോക്യുമെന്റ്സും അവർ വ്യക്തമായും ലേബർ കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട്. എന്തായാലും അതിനെപ്പറ്റി അന്വേഷിക്കുക. അതായത് ഇത് ഈ കമ്പനിയുടെ ആദ്യത്തെ നടപടി അല്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ കമ്പനി പിരിച്ചുവിടുന്ന, അതായത് കോഴിക്കോടും കൊച്ചിയിലുമുള്ള കമ്പനി പിരിച്ചുവിടുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുമ്പോഴും കമ്പനി അതിന്റെ സാമ്പത്തിക ബാധ്യതയാണ് മുന്നോട്ട് വെക്കുന്നത്. കമ്പനി നഷ്ടത്തിലാണ്, അല്ലെ പ്രോഫിറ്റ് ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ പോലും ആ കമ്പനി മറ്റിടങ്ങളിലൊക്കെ നമുക്ക് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ജോലി അന്വേഷിക്കുന്ന ആളുകൾ, ഇവർ തന്നെ പിരിച്ചുവിടപ്പെട്ട ആളുകളൊക്കെ തന്നെ മറ്റിടങ്ങളിലേക്ക് അവരുടെ എക്സ്പീരിയൻസ് വെച്ച് ജോലി അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ ഹയറിംഗ് ഓപ്ഷൻസ്, ഈ കോറോ ഹെൽത്ത് തന്നെ മറ്റ് എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നു എന്നുള്ള ആഡുകൾ കാണുന്നു. അത്തരത്തിലുള്ള ഇൻറ്റിമേഷൻസ് ഒക്കെ കാണുന്നുണ്ട്. അത് തന്നെ കൊണ്ട് തന്നെ കമ്പനി നഷ്ടത്തിലാണോ എന്നുള്ള കാര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ ധനകാര്യ പ്രശ്നമാണോ, സാമ്പത്തിക പ്രശ്നമാണോ, ഇതിന്റെ അടിസ്ഥാനം എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന് ലേബർ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരം ആശങ്കകൾ, അതായത് ഈ കേരളത്തിലുള്ള കമ്പനികൾ പൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ 100 എംപ്ലോയീസ് ഉള്ള ഒരു കമ്പനി അടച്ചു പൂട്ടുന്നതിനും അതിൻ്റെതായ നിയമവശങ്ങളുണ്ട്. ഇത് ഒറ്റയടിക്ക് ഇത്തരത്തിൽ ഈ കമ്പനിക്ക് നോട്ടീസ് നൽകുന്നു, ഇവർ ജീവനക്കാരോട് പിരിച്ചു വരാൻ വിടുന്ന നടപടിയിലേക്ക് പോകുന്നു. 3 മാസത്തെ ശമ്പളം കൊടുത്തു എന്ന് കമ്പനി പറയുമ്പോഴും ജീവനക്കാർ വ്യക്തമാക്കുന്നുണ്ട് 2 മാസ ശമ്പളവും അതുവരെ റണ്ണിംഗ് ആയിട്ടുള്ള ഡേയ്സിലെ ശമ്പളവുമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. 3 മാസ ശമ്പളം ഒന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. 2 മാസ ശമ്പളവും അത് കമ്പനി അവകാശപ്പെടുന്നത് 3 മാസ ശമ്പളം അവർക്ക് നൽകി എന്നുള്ളതാണ്. പക്ഷേ പിരിച്ചുവിടൽ നടപടി തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു എന്ന് പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെയാണ് ഈ നീക്കവുമായി കമ്പനി മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നവമി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നു, ജനപ്രതിനിധികളടക്കം സർക്കാരടക്കം ഈ വിഷയത്തിൽ ഇടപെടുന്നു, എന്നിട്ട് ഇതിൽ ഈ നടപടിക്രമങ്ങൾ മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു.
തുടർന്നും കമ്പനി അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതും. അതുകൊണ്ടാണ് ഇന്ന് ഈ ജീവനക്കാർ ഇവിടെ എത്തിയപ്പോൾ ഇത് മുഴുവൻ അടച്ചുപൂട്ടുന്ന സാഹചര്യത്തിലേക്കും അവരുടെ സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ ഇവരെ തടയുന്ന സാഹചര്യത്തിലേക്കും ഒക്കെ പോയത്. പക്ഷേ പിന്നീട് ഡിവൈഎഫ്ഐ ഇടപെട്ടിട്ടാണ് മറ്റുള്ളവരെ അകത്തേക്ക് കയറ്റുന്നത്. പക്ഷേ ഡിവൈഎഫ്ഐ എന്നുള്ളതല്ല, എല്ലാ രാഷ്ട്രീയ സംഘടനകളും ഇവിടെ എത്തിയിരുന്നു. എല്ലാവരും ഈ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തൊഴിലാളി സംഘടനകൾ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുക, അവർക്ക് വേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സർക്കാർ ഇടപെടണം എന്ന് തന്നെയാണ്, സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം. ഹൈബിയുടെ വിഷയത്തിൽ അത് പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷേ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷേ ഇത് അവസാനിക്കട്ടെ എന്ന് പറയുമ്പോഴും അത് ഈ വിഷയം അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ലേബർ കോഡ് നിലവിൽ വരുന്ന ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ടും അത്തരത്തിലൊരു ഇടപെടലുകൾ എങ്ങനെ ആയിരിക്കും എന്നുള്ള ആശങ്ക മൊത്തത്തിലൊരു തൊഴിൽ മേഖലയിലേക്ക് അത് അത്തരത്തിലൊരു മെസ്സേജ് നൽകുന്നത് പോലെ വേണം അതിനെ കണക്കാക്കാൻ എന്നുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ശക്തമാണ്. നോമി, ശരി, ഞാൻ ഡാനി പോളിലേക്കും കൂടി പോകുന്നു. ഡാനി, ഇന്നത്തെ ചർച്ച അത് എത്രമാത്രം പോസിറ്റീവായി നമുക്ക് കണക്കാക്കാം? കാരണം ഈ കമ്പനി അധികൃതർ ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല, അവർ മന്ത്രിതല ചർച്ചയിൽ പങ്കെടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ വിശദീകരണമാണ് ഇന്ന് കമ്പനിയുടെ ഭാഗത്തു നിന്നും മുന്നോട്ട് വെച്ചത്? നവമി, ഇന്ന് ചർച്ചകൾ നടത്തുമ്പോൾ കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ മാത്രമാണ് അതിലേക്ക് ഭാഗവാക്കായത്, പങ്കെടുത്തതെന്ന് പറയാം. മറ്റുള്ളതെല്ലാം തന്നെയും ഈ തൊഴിലാളി സംഘടനകളെ പ്രതിനിധീകരിച്ചു. ഒപ്പം തന്നെ ഇതിന് അധ്യക്ഷത വഹിച്ചത് ലേബർ ഓഫീസറും അസിസ്റ്റന്റ് ലേബർ ഓഫീസറും MLA തൃക്കാക്കര MLA ഉമാ തോമസ് തുടങ്ങിയവരടക്കമുള്ളവരോടാണ് ഈ ചർച്ചകളെല്ലാം തന്നെ നടന്നത്. ഇതിൽ വന്നിരിക്കുന്ന ഏകധാരണ എന്ന് പറയുന്നത് ഈ 10-ാം തീയതി വരെയും, അതായത് മന്ത്രിതല ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഈ 10-ാം തീയതി വരെയും അവർക്ക് ആ ഓഫീസ് പരിസരങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതി മാത്രമാണ് നൽകിയിരിക്കുന്നത്. അതായത് അവർക്ക് ആ ഓഫീസിൽ വന്നാൽ അതിനകത്തേക്ക് കയറിയിരിക്കാം, അത് മാത്രവുമല്ല അവിടുത്തെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താം, ക്യാൻറ്റീൻ അടക്കമുള്ള കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താം എന്ന കാരണങ്ങൾ മാത്രമാണ് നൽകുക. അപ്പോഴും അവർക്ക് അവിടെ ഒരു തൊഴിലുറപ്പോ അല്ല എങ്കിൽ അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യമോ ഒന്നും തന്നെ സ്ഥിരപ്പെടുന്നില്ല. ഈ സ്റ്റാറ്റസ് കോ തുടരുമെന്ന് പറയുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഇതിലെ ഈ സൗകര്യങ്ങൾ തുടർന്നുകൊണ്ട് പോകാം ഈ 10-ാം തീയതി വരെയും എന്നതാണ്. അതായത് 10-ാം തീയതി വരെയും അവർക്ക് വന്നാൽ ഈ അടച്ചിട്ട ഒരു വാതിലുകൾ അവർക്കുണ്ടാവില്ല, അവർക്ക് ഓഫീസിനകത്തേക്ക് കയറാം. അപ്പോഴും അവർക്ക് എന്താണ് തൊഴിൽ, എങ്ങനെയാണ് അന്ന് ജോലിയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും തന്നെ അത് കമ്പനിയുടെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി 10-ാം തീയതിയിലേക്ക് വരുമ്പോൾ ഈ ചർച്ചകൾ നടക്കുന്നത് നിലവിലുള്ള ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ തന്നെയാണ് തങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ആ വാദമുഖങ്ങളെല്ലാം തന്നെ അത് ഉയർത്തുകയും ചെയ്യും. ഇന്ന് അവിടെ സംസാരിച്ച ഈ വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളടക്കം ചൂണ്ടിക്കാണിച്ചത് ഈ വരുന്ന ഈ ലേബർ കോഡ് സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ച് ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്ന ആശങ്ക അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇന്ന് ഒരു കോറോ ഹെൽത്ത് ആണെങ്കിൽ നാളെ അത് നിരവധിയായ കമ്പനികളിലേക്ക് അടക്കം നീങ്ങുവാനുള്ളൊരു സാഹചര്യമുണ്ടാകും. അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് അടക്കം പോകേണ്ടതുണ്ട്. പക്ഷേ അപ്പോൾ പോലും അത് എത്രത്തോളം എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ കേന്ദ്ര നിയമമാണ്, അതിനനുസരിച്ചുള്ളൊരു സാഹചര്യങ്ങളെല്ലാം അവർക്ക് അനുകൂലമായിട്ട് രൂപപ്പെടുകയും ചെയ്യുന്നൊരു സമയമാണിതെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് മന്ത്രിതല ചർച്ചകൾ നടക്കുമ്പോൾ അതിൽ ഈ കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രത്യേകം ആവശ്യപ്പെടുന്നത്. അവരുണ്ടായാൽ മാത്രമേ ഈ ചർച്ചകൾക്ക് ഒരു അർത്ഥമുണ്ടാവുകയുള്ളൂ. മറ്റിടങ്ങളിലെല്ലാം ഈ കമ്പനി അനുവർത്തിക്കുന്നതും ഇതേപോലത്തെ ഒരു രീതിയാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇവിടെ അത് ഉണ്ടാകാതിരിക്കാൻ, കേരളത്തിൽ അത്തരം ഒരു തൊഴിൽ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ഒരു പ്രതിരോധം എന്ന രീതിയിൽ തന്നെ അത് ചെറുക്കേണ്ടതുണ്ട്. അപ്പോൾ കമ്പനി മാനേജ്മെൻറ്റ് പ്രതിനിധികൾ അന്ന് വന്നേ തീരൂ എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ലെങ്കിൽ അവർ എത്തിയില്ലെങ്കിൽ എന്ത് നടപടി ഉണ്ടാകുമെന്ന ചോദ്യത്തിന് ലേബർ ഓഫീസർ പറഞ്ഞൊരു കാര്യം, ഈ 100-ലധികം ജീവനക്കാരുള്ള ഒരു സ്ഥലത്ത് അവരെ പിരിച്ചുവിടുന്നെങ്കിൽ നിലവിലിപ്പോൾ ഒരു നിയമമുണ്ട്, നോട്ടീസ് നൽകി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് പറഞ്ഞുവിടാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ അങ്ങനെയല്ലാത്ത രീതിയിലേക്ക് പോവുകയാണെങ്കിൽ നിയമ നടപടികൾ എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളുണ്ട്, തൊഴിൽ നിയമം അടക്കം മാറുന്ന അല്ലെങ്കിൽ അതിനെ ആ രീതിയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഈ ചർച്ചകളിലേക്ക് കടന്നു വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 10-ാം തീയതിയിലെ ചർച്ച നിർണായകമാണ്. 10-ാം തീയതി വരെയും ഈ ഇപ്പോഴുള്ളൊരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമാണ് നൽകിയിരിക്കുന്നത്. അവർക്ക് ആ ഓഫീസിനകത്തേക്ക് കയറാം, തൊഴിലെന്ത് അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നത് സംബന്ധിച്ച് ഹെൽത്തിലെ ജീവനക്കാർ 10-ാം തീയതി നടക്കുന്ന യോഗത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. അന്ന് കമ്പനിയിലെ ജീവനക്കാർ തന്നെ, കമ്പനിയിലെ ഉദ്യോഗസ്ഥർ തന്നെ എത്തുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ഡാനി പോളും ആജ്ഞ രവീന്ദ്രനും.
മറ്റൊരു വാർത്തയിലേക്ക്. താരസംഘടന അമ്മയിലെ പ്രതിസന്ധി തുടരുകയാണ്. അൻസിബയുടെ പരാതിയിൽ ലക്ഷ്മിപ്രിയയ്ക്കും ഭർത്താവ് ജയേഷിനും തൃപ്പൂണിത്തുറ SI രേഷ്മയ്ക്കുമെതിരെ ഇന്ന് കേസെടുത്തേക്കും. ഇതിനിടെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും അഭിപ്രായങ്ങൾ വ്യക്തമാക്കേണ്ടത് അവരാണെന്ന് അൻസിബ ഹസൻ പറഞ്ഞു. ജനറൽ ബോഡിയുടെ അഭിപ്രായം മാനിക്കുന്നു എന്നാണ് മോഹൻലാൽ അറിയിച്ചതെന്നും അൻസിബ ഹസൻ ന്യൂസ് 18നോട് വ്യക്തമാക്കി. ജനറൽ ബോഡിയിൽ ലാലേട്ടൻ നമ്മളടുത്ത് പറഞ്ഞത് ജനറൽ ബോഡി എന്ത് തീരുമാനിക്കുന്നു അതിന്റെ കൂടെ അദ്ദേഹം നിൽക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓരോരുത്തരുടെയും നിലപാടുകൾ എന്താണെന്ന് അവരവർ തന്നെ വന്ന് പറയണതായിരിക്കും നല്ലത്. എന്റെ നിലപാടല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഓരോരുത്തരും അവരുടെ നിലപാടുകൾ അവരവര് വ്യക്തമാക്കുകയാണെങ്കിൽ അത് നല്ലത്. അത് ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ പറയുന്നതിൽ നമുക്ക് വിശ്വസനീയമായിട്ട് തോന്നൂലല്ലോ. അവര് പബ്ലിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. അപ്പൊ ഞാൻ അങ്ങനെ അവര് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും വിശ്വാസം വരുള്ളൂ. അതെന്റെ പേഴ്സണൽ കാര്യം ഞാൻ പറയണത്. എനിക്ക് അങ്ങനെ കേൾക്കുമ്പോഴേ എനിക്കത് വിശ്വസനീയമായിട്ട് തോന്നുള്ളൂ. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, 2 കാര്യങ്ങൾ. ആദ്യം ഈ ലക്ഷ്മിപ്രിയയ്ക്കും ഭർത്താവിനും SI രേഷ്മയ്ക്കുമെതിരായി ഇന്ന് കേസെടുക്കുമോ? നവമി, ഇന്ന് കേസെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിലവിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിനെ തുടർന്ന് ലക്ഷ്മിപ്രിയയ്ക്കും അതുപോലെ ഭർത്താവ് ജയേഷിനും അതുപോലെ തൃപ്പൂണിത്തുറയിലെ വനിതാ സെൽ SI രേഷ്മയ്ക്കെതിരെ നടപടികൾ തുടരണം, നടപടികൾ ഉണ്ടാകണം, കേസെടുക്കണം എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തൃക്കാക്കര ACP കഴമ്പില്ല എന്ന് കണക്കാക്കി എന്ന് തീരുമാനിച്ച് തള്ളിക്കളഞ്ഞ പരാതിയിലാണ് കോടതിയുടെ നടപടി. തൃപ്പൂണിത്തുറ കോടതിയുടേതാണ് നടപടി. എന്തായാലും ഈ വിഷയത്തിൽ കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് തന്നെ അതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നിലവിൽ ഇതുവരെയും അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നവമി, ശരി. കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം നീക്കാൻ ശ്രമിച്ച സംഘത്തെ തടയാൻ ശ്രമിച്ച നഗരസഭ ജീവനക്കാരന് നേരെ ആക്രമണം. സെൻട്രൽ തിയേറ്ററിന് മുന്നിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. നഗരസഭാ ജീവനക്കാരനായ സുമേഷിനെ ആക്രമിച്ച സംഘം ഓട്ടോറിക്ഷ ഇടിച്ചു തെറിപ്പിച്ചു. സുരേഷ് തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സുരേഷിനെ സന്ദർശിച്ച ശേഷം മേയർ VV രാജേഷ് പറഞ്ഞു. കോർപ്പറേഷന്റെ സമ്മതത്തോടെ, കോർപ്പറേഷന്റെ ലൈസൻസോടെ മാലിന്യം കൊണ്ടുപോയി ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന നിലവിലുള്ള ചില സംഘങ്ങളുണ്ട്, ചില സിസ്റ്റമുണ്ട്. അതിൽ പെടാത്ത അനധികൃത സംഘങ്ങൾക്ക് കൊടുക്കുന്നതായിട്ട് കണ്ടെത്തി. അവരെ തടയാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് കോർപ്പറേഷൻ ജീവനക്കാരനായിട്ടുള്ള സുരേഷിനെ ഉൾപ്പെടെ വെളുപ്പിന് 4 മണിക്ക് ഓട്ടോറിക്ഷയിൽ ഇടിച്ചിടുവാനും കൊലപ്പെടുത്തുവാനുള്ള പരിശ്രമം നടത്തിയത്. ഒരു പ്രതിയെയും വെറുതെ വിടാനോ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനോ അനുവദിക്കില്ല. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ ഭരണസമിതിയുടെ തീരുമാനമനുസരിച്ച്, ജനങ്ങളുടെ ആഗ്രഹമനുസരിച്ച് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡ്യൂട്ടിയുള്ള എല്ലാ ജീവനക്കാർക്കും കോർപ്പറേഷൻ ഭരണസമിതി പൂർണ്ണ സംരക്ഷണം നൽകും. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും നിതിൻ മോഹൻ ചേരുന്നുണ്ട്. നിതിൻ, എന്തിനാണ് ഈ ജീവനക്കാരനെ ഇവർ ആക്രമിക്കാൻ ശ്രമിച്ചത്? നവമി, ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് സംഭവമുണ്ടായത്. കോർപ്പറേഷനിലെ തൊഴിലാളിയായ, ശുചീകരണ തൊഴിലാളിയായ സുരേഷിനെ ജോലി ചെയ്യുന്നതിനിടയിലാണ് അവർ ആദ്യം ഈ പറയുന്ന ഇല്ലീഗലായിട്ട് കുറച്ച് സംഘങ്ങൾ, മേയർ പറയുന്നത് പോലെ ഇല്ലീഗലായിട്ട് കുറച്ച് സംഘങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവർ ഈ പറയുന്ന കോർപ്പറേഷൻ അനുമതി ഇല്ലാതെ തന്നെ വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് അവർ അവർ അതിന് പൈസ കളക്ട് ചെയ്ത് അവർ ജീവിക്കുകയാണെന്നാണ് മേയർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത കുറച്ച് വ്യക്തികളെ തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ പറയുന്ന കോർപ്പറേഷൻ ജീവനക്കാരനായ സുരേഷിന് നേരെ ആക്രമണം ഉണ്ടായത്. അപ്പോൾ ആദ്യം ഇവർ ഒരു തവണ ഈ വേസ്റ്റ് ഇടാൻ വന്ന സമയത്ത് സുരേഷ് തടഞ്ഞു. പിന്നെ വീണ്ടും അവർ വന്ന സമയത്താണ് ഓട്ടോ ഇടിപ്പിച്ച് തെറിപ്പിച്ചത് സുരേഷിനെ. പിന്നീട് സുരേഷിനെ ഈ പറയുന്ന തിരുവനന്തപുരം ഫോർട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. പുലർച്ചെ രാവിലെ ഒരു 10:30 ആയപ്പോഴത്തേക്കും തന്നെ മേയർ VV രാജേഷ് അദ്ദേഹത്തെ കാണാൻ ഹോസ്പിറ്റലിലോട്ടെത്തി. കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് മേയർ പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരത്ത് കുറച്ച് ദിവസമായി ഇവിടെ നടക്കുന്ന കുറച്ച് വിഷയങ്ങളുണ്ട്. കൗൺസിലർ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, കോർപ്പറേഷനകത്ത് ഇഷ്ടംപോലെ നിരവധി വിഷയങ്ങൾ ഉണ്ട്. ഇത് ഈ പറയുന്ന രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റിലായാലും ഈ പറയുന്ന റോഡ് പണിയിലായാലും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പ്രതിസന്ധിയിലാണ്. അപ്പോൾ എന്നിട്ടാണ് ഈ തിരുവനന്തപുരം നഗരസഭയിലെ വേസ്റ്റ് മാനേജ്മെൻറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കെതിരെ ഇങ്ങനൊരു അക്രമം ഉണ്ടാകുന്നത്. നമ്മി
നിതിൻ, അതോടൊപ്പം തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ ഈ പരിക്കേറ്റ സുരേഷ്? പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചോ? മേയർ പറഞ്ഞ പ്രകാരം പോലീസ് അന്വേഷണം ആരംഭിച്ചുവെന്നും ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ കഴിഞ്ഞുവെന്നും ആ ഓട്ടോയിൽ റിക്ഷയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ കഴിയുമെന്നും താമസിക്കാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പോലീസ് മേയറോട് അറിയിച്ചതെന്നാണ് മേയർ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. നവമി. ശരി, തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിതിൻ. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.